യാക്കോബായ സഭയുടെ കാതോലിക്കയെ വാഴിക്കുന്ന ചടങ്ങിലേക്ക് സംസ്ഥാന സർക്കാർ പ്രതിനിധി സംഘത്തെ അയക്കുന്നതിനെതിരെ കേന്ദ്ര സർക്കാരിന് കത്തയച്ച് ഓർത്തഡോക്സ് സഭ. ആരെങ്കിലും വാഴിക്കുന്നതിന് സഭ എതിരല്ല. വിദേശ രാജ്യത്തിരുന്ന് ഭാരതത്തിന്റെ നിയമ സംവിധാനത്തിന് പാത്രിയാർക്കീസ് ബാവ തുരങ്കം വയ്ക്കുന്നു. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി എന്നിവർക്കാണ് ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ കത്തയച്ചത്. അഞ്ജന അനിൽകുമാർ നമുക്കൊപ്പം. അഞ്ജന അനിൽകുമാർ, കോടതി വഴി തടയാനുള്ള നീക്കം പരാജയപ്പെട്ടതിന് പിന്നാലെയാണോ കേന്ദ്രത്തെ സമീപിച്ചിരിക്കുന്നത്? സുജയ, കടുത്ത അമർഷം തന്നെയാണ് ഓർത്തഡോക്സ് സഭയ്ക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഈ പ്രതിനിധി സംഘത്തെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് അവർക്ക് അനുകൂലമല്ലാത്ത രീതിയിലൊരു മറുപടി വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ കത്ത് അയക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും രാഷ്ട്രപതിക്കുമാണ് ഇപ്പോൾ കത്ത് അയച്ചിരിക്കുന്നത്. 4 പേരടങ്ങുന്ന ഒരു സംഘത്തെ ഇതിനായി, ഈ വാഴിക്കൽ ചടങ്ങിനായി പ്രതിനിധീകരിച്ച് അയക്കാനായി ആയിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയൊരു അയക്കേണ്ട കാര്യമില്ല എന്നാണ് ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും തീരുമാനമായി വന്നിരിക്കുന്നത്. വി മുരളീധരൻ, ബെന്നി ബെഹനാൻ, അൽഫോൺസ് കണ്ണന്താനം, ഷോൺ ജോർജ് എന്നീ 4 പേരെയാണ് പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ ഭാഗമായി ഇങ്ങനെ സർക്കാരിന്റെ പണച്ചിലവിൽ ഇവരെ അയക്കേണ്ട കാര്യമില്ലെന്നും ഇതിനെ സംബന്ധിച്ചുള്ള വിധി 2017 പുറത്തു വന്നതാണ് എന്നുമാണ് ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കത്തിൽ ഓർത്തഡോക്സ് സഭ അവർക്ക് അർഹമായ രീതിയിലുള്ള ഒരു മറുപടി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഉണ്ടായ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലാണ് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും വിദേശകാര്യമന്ത്രിക്കും ഇപ്പോൾ ഓർത്തഡോക്സ് സഭ കത്തയച്ചിരിക്കുന്നത്. സുജയ.